Hi dear friends, good morning. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ്, സിംപ്ലി വെക്റ്റർ ഫങ്ഷൻസിന്റെ ഡിഫറൻഷിയേഷൻ റൂൾസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിഫറൻഷിയേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ആർ ഓഫ് ടി എന്നുള്ളൊരു വെക്റ്റർ ഫംഗ്ഷൻ തന്നാൽ ആർ ഓഫ് ടീനെ നമുക്ക് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് നമ്മൾ വിളിച്ച പേര് വെക്റ്റർ ഫോം റെപ്രസെന്റേഷൻ എന്ന് വിളിച്ചു. അതിനെ തന്നെ നമുക്ക് എഫ് ഓഫ് ടി ജി ഓഫ് ടി എച്ച് ഓഫ് ടി എന്നുള്ള രൂപത്തിൽ കോമ്പണന്റ് ഫോമിലും എക്സ്പ്രസ് ചെയ്യാം. ഡിഫറൻഷിയേഷൻ ആയിക്കോട്ടെ, ലിമിറ്റ് ആയിക്കോട്ടെ, കണ്ടിന്യൂറ്റി ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിന്റെ ടേമിലായിരുന്നു? ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ഓരോ കോമ്പണന്റും റിയൽ വാല്യൂഡ് ആണ്, സിംപ്ലി റിയൽ ഫംഗ്ഷൻസ് ആണ്, അല്ലെങ്കിൽ മറ്റൊരു പേര് വിളിച്ചിട്ട് സ്കാലാർ ഫംഗ്ഷൻസ് എന്ന് വിളിക്കാം. ഓരോന്നും സ്കാലാർ ഫംഗ്ഷൻസ് ആണ്. അതിന്റെ ടേമിലാണ് നമ്മൾ ഡിഫറൻഷിയേഷനും പഠിച്ചത്, ലിമിറ്റും കണ്ടിന്യൂറ്റിയും എല്ലാ കാര്യങ്ങളും പഠിച്ചത്. അപ്പൊ നമുക്ക് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷന്റെ റൂൾസ് പറയുന്നതിന് മുന്നായിട്ട് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻ, സിംപ്ലി ഒരു റിയൽ ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ഡിഫറൻഷിയേറ്റീവ് റൂൾസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാം. ഇവിടെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ അതിനൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, ഒരു റൂള് പഠിച്ചിട്ടുണ്ട്. ഡി എഫ് ബൈ ഡി എക്സ് പ്ലസ് ഡി ജി ബൈ ഡി എക്സ് ഫൈൻഡ് ചെയ്താൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിനെ സം എച്ച് എന്ന് വിളിച്ചാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എച്ച് വരും. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു ഡി എഫ് ബൈ ഡി എക്സ് പ്ലസ് ഡി ജി ബൈ ഡി എക്സ്, വേർ എച്ച് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് ജി. ഇതിനെ നമ്മൾ അഡിറ്റീവ് റൂൾ ഓഫ് ഡിഫറൻഷിയേഷൻ എന്ന് വിളിക്കാറുണ്ട്. ഇതേപോലെ നമുക്ക് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിൽ ഇത്തരം റൂൾസ് ഹോൾഡ് ചെയ്യോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ഒന്ന് കൂടുതൽ ആൾക്കാർ തരണം, അതുകൊണ്ട് ഒരാൾ R1 ഓഫ് ടി ആക്കി എടുത്തോട്ട് R1 ഓഫ് ടീനെ ഞാൻ കോമ്പണന്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാണ്. F1 ഓഫ് ടി, F2 ഓഫ് ടി, F1 of t, G1 of t, H1 of t, and R2 of t is equal to F2, G2, H2. രണ്ട് വെക്റ്റർ ഫംഗ്ഷൻസ് എടുത്തു, R1 ഉം R2. നമുക്ക് നോക്കേണ്ടത് ഡി ബൈ ഡി ടി ഓഫ് R1 ഓഫ് ടി പ്ലസ് R2 ഓഫ് ടി എന്ത് വരും എന്നാണ് നോക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡി ബൈ ഡി ടി ഡെറിവേറ്റീവ് അവിടെ നിൽക്കട്ടെ. R1 ഓഫ് ടി പ്ലസ് R2 ഓഫ് ടി. R1 ഓഫ് ടി ആരാ? ഒരു 3 ടപ്പിൾ ആണ്. ആൻഡ് R2 ഓഫ് ടി ആരാ? മറ്റൊരു 3 ടപ്പിൾ ആണ്. രണ്ട് 3 ടപ്പിൾസ് തമ്മിൽ ആഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഓരോന്നിന്റെയും കോമ്പണന്റ് വൈസ് ആഡ് ചെയ്താൽ മതി. ഡി ബൈ ഡി ടി ഓഫ് F1 ഓഫ് ടി പ്ലസ് F2 ഓഫ് ടി വരും ഫസ്റ്റത്തത്. ഡി ബൈ ഡി ടി ഓഫ് F1 ഓഫ് ടി പ്ലസ് F2 ഓഫ് ടി. അടുത്തത് G1 ഓഫ് ടി പ്ലസ് G2 ഓഫ് ടി. അടുത്തത് H1 ഓഫ് ടി പ്ലസ് H2 ഓഫ് ടി, വിച്ച് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 3 കോമ്പണൻസ്. 3 കോമ്പണൻസിന്റെ ഡെറിവേറ്റീവ് കാണണം. നമ്മൾ ഡിഫറൻഷിയേഷൻ ഓഫ് വെക്റ്റർ ഫംഗ്ഷൻസ് പഠിച്ചപ്പോൾ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി. ഇവിടെ നമുക്ക് R1 പ്ലസ് R2 വരെ കിട്ടിയത്. ഡെറിവേറ്റീവിനെ ഞാനൊന്ന് വായിക്കുന്നുണ്ട്. R1 പ്ലസ് R2നെ സം R എന്ന് വിളിക്കുകയാണെങ്കിൽ, വിച്ച് ഈസ് ഈക്വൽ ടു സം R ആണെങ്കിൽ, ഈക്വൽ ടു F1 പ്ലസ് F2, G1 പ്ലസ് G2, H1 പ്ലസ് H2. R1 ഓഫ് ടി ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. അതായത് F1 ഉം G1 ഉം H1 ഉം ഡിഫറൻഷ്യബിൾ ആണ്. R2 ഓഫ് ടി മറ്റൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. അതായത് F2 ഉം G2 ഉം H2 ഉം ഡിഫറൻഷ്യബിൾ ആണ്. F1 ഡിഫറൻഷ്യബിൾ ആണ്, F2 ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസിന്റെ അഡിറ്റീവ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പൊ ഇത് ഓരോന്നും ഡിഫറൻഷ്യബിൾ ആണ്.
അപ്പൊ ഇയാളെ മൊത്തത്തിൽ നമുക്ക് സം ആർ എന്ന് വിളിച്ചു. ഇയാള് ഫസ്റ്റ് കോമ്പണന്റ്, ഇയാളെ വെക്ടർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? F1 പ്ലസ് F2 ഓഫ് ടി എന്ന് ടോട്ടലി എഴുതിയിട്ട് ഐ ക്യാപ്പ് വരും, പ്ലസ് G1 പ്ലസ് G2 ഓഫ് ടി ടോട്ടലി ഇൻറ്റു ജെ ക്യാപ്പ്, പ്ലസ് H1 പ്ലസ് H2 ഓഫ് ടി ടോട്ടലി ഇൻറ്റു കെ ക്യാപ്പ് വരും. എന്തോ ആയിക്കോട്ടെ, 3 കോമ്പണന്റ് ഉണ്ട്. അതാണ് നമ്മുടെ ഗിവൺ ആർ, വിച്ച് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. അതിലെ ഓരോ ആൾക്കാരും ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഓരോ കോമ്പണന്റും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ dr/dt കാണാൻ ഓരോ കോമ്പണന്റിന്റെയും ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ദാറ്റ് മീൻസ് d/dt ഓഫ് ആരാ? R1 പ്ലസ് R2 ഈക്വൽ ടു ഓരോ കോമ്പണന്റിന്റെ ഡെറിവേറ്റീവ്. ഇവിടെ d/dt കൊടുക്കുമ്പോൾ ഇവിടെയും d/dt വരും, ഇവിടെയും d/dt വരും. അപ്പൊ dr1 പ്ലസ് R2/dt കാണാൻ ഓരോ കോമ്പണന്റിന്റെ ഡെറിവേറ്റീവ് കാണാം. ഓരോ കോമ്പണന്റിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഫസ്റ്റ് എത്തത് ആരായിട്ട് മാറും? d/dt ഓഫ് F1 പ്ലസ് F2. അടുത്തത് d/dt ഓഫ് G1 പ്ലസ് G2. അടുത്തത് d/dt ഓഫ് H1 പ്ലസ് H2. ഇനി നോക്കി, d/dt ഓഫ് F1 പ്ലസ് F2. F1 ആരാ? സ്കാലാർ വാല്യൂഡ് അല്ലെങ്കിൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. F2 മറ്റൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൽ എന്ത് പോസിബിൾ ആണ്? d/dt ഓഫ് F1 പ്ലസ് F2 is equal to d/dt ഓഫ് F1 പ്ലസ് d/dt ഓഫ് F2 എന്ന് എഴുതാം. അപ്പോ ഇതിനെ നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ d/dt F1 പ്ലസ് d/dt F2. അടുത്ത ആൾ എന്ത് വരും? ഇയാളും സ്കാലാർ വാല്യൂഡ് ആണ്, ഇയാളും സ്കാലാർ വാല്യൂഡ് ആണ്. d/dt ഓഫ് G1 പ്ലസ് d/dt ഓഫ് G2. ഇനി d/dt ഓഫ് മൂന്നാമത്തത് രണ്ടും സ്കാലാർ ആണ്, H1 പ്ലസ് d/dt ഓഫ് H2. H2 ഓഫ് ടി എന്ന് ഞാൻ എഴുതുന്നില്ല, H2 ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്ന് നമുക്ക് നോൺ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇയാള് രണ്ടാൾക്കാർ തമ്മിൽ ആഡ് ചെയ്തതാണ്. അപ്പൊ 2 ട്രിപ്ലറ്റുകൾ ഉണ്ടാവും, ഓര് തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇയാളെ കിട്ടുന്നത്. ഇയാള് ഫസ്റ്റ് ട്രിപ്ലറ്റിലെ ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും, ഇയാള് രണ്ടാമത്തെ ട്രിപ്ലറ്റിലെ ഫസ്റ്റ് എലമെന്റും. അപ്പൊ ഇയാൾ എന്ത് വരും? dF1/dt. ഇയാള് ഇവിടെ വരും dF2/dt. ഇനി രണ്ടാമത്തെ ടപ്പിളാണ് ഇയാൾ വരുന്നത്. അപ്പോ ഈ കോമ്പോണന്റ് രണ്ടാമത്തെ ടപ്പിളിലെ ഫസ്റ്റ് കോമ്പോണന്റ് ഫസ്റ്റ് ട്രിപ്ലറ്റിലെ സെക്കൻഡ് കോമ്പോണന്റും, രണ്ടാമത്തെ കോമ്പോണന്റിലെ സെക്കൻഡ് ടേം സെക്കൻഡ് ട്രിപ്ലറ്റിലെ സെക്കൻഡ് കോമ്പോണന്റും വരും. അപ്പൊ d/dt ഓഫ് G1 d/dt ഓഫ് G2. അതേപോലെ ആരതും പറയാം, d/dt ഓഫ് H1 d/dt ഓഫ് H2. ഇനി dF1/dt d/dt ഓഫ് G1 d/dt ഓഫ് H1 എന്ന് പറഞ്ഞാൽ F1ന്റെ ഡെറിവേറ്റീവ്, G1ന്റെ ഡെറിവേറ്റീവ്, H1ന്റെ ഡെറിവേറ്റീവ്. F1ന്റെ ഡെറിവേറ്റീവ്, G1ന്റെ ഡെറിവേറ്റീവ്, H1ന്റെ ഡെറിവേറ്റീവ്. ഓരോ ഡെറിവേറ്റീവും കിട്ടിയാൽ അത് എന്തിന് ഈക്വൽ ആണെന്ന് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു, R1ന്റെ ഡെറിവേറ്റീവിന് ഈക്വൽ ആണ്. അപ്പൊ ഇയാൾ എന്ത് വരും? R1 ഡാഷ് ഓഫ് ടി, dR1/dt വരും, വിച്ച് ഈസ് ഈക്വൽ ടു R1 ഡാഷ് ഓഫ് ടി. ഇനി ഇയാൾ എന്ത് വരും? F2ന്റെ ഡെറിവേറ്റീവ്, G2ന്റെ ഡെറിവേറ്റീവ്, H2ന്റെ ഡെറിവേറ്റീവ്. ദാറ്റ് മീൻസ് dR2/dt, ദാറ്റ് മീൻസ് R2 ഡാഷ് ഓഫ് ടി. അപ്പൊ നമ്മളൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് ഗിവൺ ആയിട്ട് നമുക്ക് തന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ കിട്ടിയ റിസൾട്ട് എന്താണ്? R1ഉം R2ഉം 2 വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണെങ്കിൽ നമുക്കിപ്പോ കിട്ടിയ റിസൾട്ട് d/dt ഓഫ് R1 പ്ലസ് R2 ഈക്വൽ ടു R1 ഡാഷ് ഓഫ് ടി പ്ലസ് R2 ഡാഷ് ഓഫ് ടി, where R1 ആൻഡ് R2 ആർ 2 ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. അപ്പൊ 2 ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നതിന്റെ കൂടെ നമുക്ക് ഇങ്ങനെ പറയാം ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫംഗ്ഷൻ. R1ഉം R2ഉം 2 ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫംഗ്ഷൻസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടി ആയിട്ട് ഒരു റൂൾ ആയിട്ട് d/dt ഓഫ് R1 പ്ലസ് R2 ഈക്വൽ ടു R1 ഡാഷ് ഓഫ് ടി പ്ലസ് R2 ഡാഷ് ഓഫ് ടി എന്നുള്ള അഡിറ്റീവ് റൂള് കിട്ടി. ഇതേപോലെ തന്നെ ആരതും പറയാം, മൈനസിന്റെതും പറയാം. മൈനസിന്റേത് പറയുമ്പോൾ നമ്മൾ എഴുതിയെടുത്തൊക്കെ പ്ലസ് ഉള്ളത് ആരെ വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി? മൈനസ് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പൊ 2 റൂള് പറഞ്ഞു, അഡിറ്റീവ് റൂളും ഡിഫറൻസ് റൂളും. d/dt ഓഫ് R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു R1 ഡാഷ് ഓഫ് ടി പ്ലസ് R2 ഡാഷ് ഓഫ് ടി, where R1 ആൻഡ് R2 ആർ 2 ഡിഫറൻഷ്യബിൾ
ഫംഗ്ഷൻ. അപ്പൊ റിയൽ വാല്യൂഡിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എവിടെയും പറയാൻ പറ്റുന്നുണ്ട്, വെക്റ്റർ വാല്യൂഡിലും അഡിറ്റീവ് നോഷന്റെ റൂള് പറയാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ്സ് നോക്കാം. അടുത്ത റൂളുകൾ പറയുന്നത് റിയൽ വാല്യൂഡിൽ പ്രൊഡക്റ്റ് റൂളാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ട് ഫംഗ്ഷൻസിന്റെ അഡീഷനായി നമുക്ക് നോക്കേണ്ടത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് നമുക്കറിയാം. രണ്ട് ഫംഗ്ഷൻസ് എഫും ജിയും റിയൽ വാല്യൂഡ് ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് കാണാൻ വേണ്ടിയിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വണ്ണിന്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് വൺ ഇൻറ്റു ഫസ്റ്റ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇതിന് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻഷിയേഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചതാണ്. ഇവിടെയുള്ള എഫും ജിയും രണ്ടും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്, അഥവാ സ്കാലാർ ഫംഗ്ഷൻസ് ആണ്. നമ്മൾ സ്കാലാർ ഫംഗ്ഷൻസ് എന്ന് വിളിക്കല് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിനാണ്. അപ്പൊ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് റൂൾ ആണ് ഇയാള്. ഇതേപോലെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഡി ബൈ ഡി ടി ഓഫ് ആർ വൺ ഓഫ് ടി ഡോട്ട് ആർ ടു ഓഫ് ടി. നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ആർ വൺ ഓഫ് ടി ഡോട്ട് ആർ ടു ഓഫ് ടി ആണ് നമുക്ക് നോക്കേണ്ടത്. ആർ വണ്ണും ആർ ടുവും രണ്ട് ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫംഗ്ഷൻസ് ആണെന്ന് ഗിവൺ ആണ്. ആർ വൺ ഇയാളാണ്, ആർ ടു ഇയാളാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കാം, രണ്ടാളും വെക്റ്റർ ഫംഗ്ഷൻസ് ആണ്. വെക്ടറേഴ്സിൽ നമ്മൾ ഡോട്ട് പല രൂപത്തിൽ ഡിഫൈൻ ചെയ്യാറുണ്ട്. വെക്ടേഴ്സിൽ ഏതൊക്കെ ഡോട്ടുകൾ ഉണ്ട്? വെക്ടേഴ്സിൽ സാധാരണ പോലെയല്ല നമ്മൾ ഡോട്ട് പറയാറ്. ആർ വണ്ണും ആർ ടുവും തമ്മിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാന്നും പറയും, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാന്നും പറയും. ഇത് രണ്ടും വെക്ടേഴ്സ് തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്, പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് classified into two. One is dot product and another one is cross product. ഇനി ഇതല്ലാതെ വെക്ടേഴ്സിൽ പ്രൊഡക്റ്റ് എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആർ വൺ ഓഫ് ടി എന്നുള്ളത് ഒരു വെക്ടർ ഫംഗ്ഷൻ ആണെന്ന് എടുക്കുക. ആർ വൺ ഓഫ് ടിന് വെക്ടർ ഫംഗ്ഷൻ ആണെങ്കിൽ എനിക്ക് ഈ രൂപത്തിൽ കോമ്പണന്റ് ആക്കിയിട്ട് എഴുതാം. ഈ കോമ്പണന്റിൽ ഓരോ ആളെയും ഞാൻ യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ ഫോർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. അത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഞാൻ അത് റൈസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞത് ഇവരെ ഓരോ ആളെയും ഞാൻ യു വൺ ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ആർ വൺ ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി, അല്ലെങ്കിൽ യു ഓഫ് ടി ഇൻറ്റു ആർ വൺ ഓഫ് ടി. യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി പോലത്തെ റിയൽ വാല്യൂഡ് സ്കാലാർ ഫംഗ്ഷൻ ആണ്. അപ്പൊ യു ഓഫ് ടി ഇൻറ്റു ആർ വൺ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? യു ഓഫ് ടി ഇൻറ്റു എഫ് വൺ കോമ ജി വൺ കോമ എച്ച് വൺ വരും. യു ഓഫ് ടി എഫ് വൺ ജി വൺ എച്ച് വൺ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? യു ഓഫ് ടി ഓരോ ആൾക്കാർക്കും കൊടുത്തതിന് ഈക്വൽ ആണ്. യു ഓഫ് ടി എഫ് വൺ, യു ഓഫ് ടി ജി വൺ, യു ഓഫ് ടി എച്ച് വൺ ഇതിന് ഈക്വൽ ആണ്. ഇനി യു ഓഫ് ടി എഫ് വൺ, യു ഓഫ് ടി ജി വൺ, യു ഓഫ് ടി എച്ച് വണ്ണിന്റെ ഡിഫറൻഷിയേഷൻ കാണാൻ വേണ്ടിയിട്ട് യു ഓഫ് ടി ഒരു സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, എഫ് വണ്ണും സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റും ഡിഫറൻഷ്യബിൾ ആണെന്നുള്ള റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെതും കാണാം. അപ്പൊ നമുക്ക് മൂന്ന് തരം പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റ്, ഒന്ന് ക്രോസ് പ്രൊഡക്റ്റ്, മൂന്നാമത്തത് പ്രൊഡക്റ്റ് ഓഫ് എ വെക്റ്റർ ബൈ എ സ്കാലാർ ഫംഗ്ഷൻ. ഒരു സ്കാലാർ ഫംഗ്ഷൻ, അതായത് ഒരു റിയൽ ഫംഗ്ഷനെ കൊണ്ട് വെക്ടേഴ്സിനെ പ്രൊഡക്റ്റ് ചെയ്യാം. അപ്പൊ യു ഓഫ് ടി ആർ വൺ ഓഫ് ടി ഇതിനില്ലേ ഒന്നല്ലേ ഉള്ളൂ. യു ഓഫ് ടി ആർ ഓഫ് ടി, പിന്നെ ആർ വൺ ഓഫ് ടി ഡോട്ട് ആർ ടു ഓഫ് ടി, ആർ വൺ ഓഫ് ടി ക്രോസ് ആർ ടു ഓഫ് ടി. ഇവരെ മൂന്നാളെയും ഡെറിവേറ്റീവ് ആണ് ഇനി നമുക്ക് നോക്കേണ്ടത്. സം റൂളായി, ഡിഫറൻസ് റൂളായി, പ്രൊഡക്റ്റ് റൂള് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി അടുത്തത് പിന്നെ ഏതാ പറയുന്നത്? എഫ് ബൈ ജി. റിയൽ വാല്യൂയുടെ ഫംഗ്ഷൻസ് ഡിവൈഡ് ചെയ്യണ മാതിരി എന്ത് പറയാൻ പറ്റൂല, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ്, വെക്റ്റർ ഫംഗ്ഷൻസിന് നമുക്ക് ഡിഫറൻഷിയേഷൻ നമുക്ക് അതിന് അനുസരിച്ചിട്ട് പറയാൻ പറ്റൂല. അപ്പൊ അതിന് നമ്മൾ ഈ ഒരു മൂന്ന് പ്രോപ്പർട്ടിയും കൂടി കഴിയുന്നതോടുകൂടി റൂൾസ് ഓഫ് ഡിഫറൻഷിയേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിയും. അപ്പൊ നമുക്ക് ആദ്യം സ്കാലാർ ഫംഗ്ഷന് കൊണ്ട് ഒരു വെക്റ്റർ ഫംഗ്ഷനെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ആർ ഓഫ് ടി ആയിട്ട് ഇയാൾ എടുത്തു. നമുക്ക് സ്കാലാർ യു ഓഫ് ടി ഇൻറ്റു ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി ആർ ഓഫ് ടി.
വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഓഫ് ടി ആയിട്ട് നമുക്ക് ഗിവൺ ആയിട്ട് എഫ് ഓഫ് ടി ജി ഓഫ് ടി എച്ച് ഓഫ് ടി എന്നുള്ള ഒരു കോമ്പണന്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്ത ഒരു ആർ ഓഫ് ടി ഉണ്ട്. യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഒരു സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി ആർ ഓഫ് ടി കാണാൻ എന്ത് ചെയ്താൽ മതി? യു ഓഫ് ടി ആർ ഓഫ് ടിക്ക് എന്ത് കൊടുക്കുക? യു ഓഫ് ടി പുറത്ത് വെച്ചിട്ട് ആർ ഓഫ് ടിക്ക് നമുക്ക് കോമ്പണന്റ് ഫോമിൽ എഫ് ഓഫ് ടി ജി ഓഫ് ടി എച്ച് ഓഫ് ടി എന്ന് പറയാം. വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടിന് എന്ത് ചെയ്യാം? ഓരോ ആളെ കൊണ്ട് പ്രൊഡക്റ്റ് എടുപ്പിക്കുക. യു ഓഫ് ടി എഫ് ഓഫ് ടി, ഞാൻ സിമ്പിൾ ആയിട്ട് യു ഓഫ് ടി എഫ് ഓഫ് ടി എന്നൊക്കെ എഴുതുന്നതിന് പകരം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് യു എഫ് എഴുതുന്നുണ്ട്. രണ്ടാളും ടിയിലുള്ള ഫംഗ്ഷൻ ആണ്. അടുത്തത് യു ജി, അടുത്തത് യു എച്ച്, വിച്ച് ഈസ് ഈക്വൽ ടു. ഇനി ഇവിടെ നോക്കി, ഇയാൾ ഒരു വെക്റ്റർ ഫംഗ്ഷൻ ആണോ? വെക്റ്റർ ഫംഗ്ഷൻ ആവണമെങ്കിൽ ഇതിലുള്ള ഓരോന്നും സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻസ് ആവണം. യു ഒരു സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, എഫ് മറ്റൊരു സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അവര് തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്താലും നമുക്കൊരു ഫംഗ്ഷൻ ടിയിലുള്ള ഒരു ഫംഗ്ഷൻ കിട്ടും. ടിയിലുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ് ഇവര്. അവര് തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്താൽ ടിയിലുള്ള ഫംഗ്ഷൻ കിട്ടും. അപ്പൊ ഇയാൾ ഒരു വെക്റ്റർ ഫംഗ്ഷൻ ആണ്. ആ വെക്റ്റർ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമുക്ക് തന്നത് ആർ ഓഫ് ടി എന്നുള്ളത് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. അതേപോലെ യു ഓഫ് ടി എന്നുള്ളത് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. ആർ ഓഫ് ടി വെക്ടർ ആണ്, യു ഓഫ് ടി സ്കാലാർ ആണ്. അപ്പൊ യു ആർ ഓഫ് ടി ഡിഫറൻഷ്യബിൾ ആയത് പ്രകാരം ആരൊക്കെ ഡിഫറൻഷ്യബിൾ ആയിരിക്കും? എഫും ജിയും എച്ചും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. എഫും ജിയും എച്ചും ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് യുവും ഡിഫറൻഷ്യബിൾ ആണ്, എഫും ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് യു എഫ് ഡിഫറൻഷ്യബിൾ ആണ്. അതേപോലെ യു ജി ഡിഫറൻഷ്യബിൾ ആണ്. അതേപോലെ തന്നെ യു എച്ചും ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ മൂന്ന് കോമ്പണന്റും ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഓരോ കോമ്പണന്റിന്റെ ഡെറിവേറ്റീവ് കാണാൻ മതി. ഡി ബൈ ഡി ടി ഓഫ് ഇയാൾ എന്ന് പറഞ്ഞാൽ ഓരോ കോമ്പണന്റിന്റെ ഡെറിവേറ്റീവിന് ഈക്വൽ ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് കോമ്പണന്റിന്റെ ഡെറിവേറ്റീവ്. ഇയാളും സ്കാലാർ ആണ്, ഇയാളും സ്കാലാർ ആണ്. അപ്പൊ സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് റൂൾ നമുക്കറിയാം. അയാൾ ഇവിടെ അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? യു എഫ് ഡാഷ് പ്ലസ് എഫ് യു ഡാഷ്. അടുത്ത കോമ്പണന്റ് ആയിട്ട് യു ജി ഡാഷ് പ്ലസ് ജി യു ഡാഷ്. അടുത്തതായിട്ട് യു എച്ച് ഡാഷ് പ്ലസ് എച്ച് യു ഡാഷ്. ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വണ്ണിന്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് വൺ ഇൻറ്റു ഫസ്റ്റ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്നുള്ള രൂപത്തിൽ ഓരോ കോമ്പണന്റും കണ്ടു. കാരണം ഇവിടെ ഉള്ള ഓരോ കോമ്പണന്റും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്, അല്ലെങ്കിൽ സ്കാലാർ ഫംഗ്ഷൻസ് ആണെന്ന് വിളിക്കാം. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന് നമുക്ക് എന്ത് പോസിബിൾ ആണ്? പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ഡിഫറൻഷിയേഷൻ പോസിബിൾ ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണ്. മുന്നത്തെ ചെറിയ ക്ലാസ്സുകളിൽ പ്രൂവ് ചെയ്ത കാര്യമാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെയും ഓരോ ടെപ്പിളിലും എന്താണ്? പല ആൾക്കാരും തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അയാൾ എന്തിന് ഈക്വൽ ആയിക്കാരം? രണ്ട് ടെപ്പിൾസ്, രണ്ട് ട്രിപ്ലറ്റുകൾ തമ്മിൽ ആഡ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും ഇവിടെ തന്നിട്ടുള്ള എക്സ്പ്രഷൻ. അതിൽ ആദ്യത്തെ ടെപ്പിളിൽ വരുന്നത് ഇയാൾ എന്തായിരിക്കും? ഇയാള് ഫസ്റ്റ് ടെപ്പിളിലെ ഫസ്റ്റ് ടേമും ഇയാള് സെക്കൻഡ് ട്രിപ്ലറ്റിലെ സെക്കൻഡ് ടേമും ആയിരിക്കും. യു എഫ് ഡാഷ് ഇവിടെ വരും, ഇവിടെ എഫ് യു ഡാഷും വരും. അതേപോലെ ഇത് സെക്കൻഡ് കോമ്പോണന്റ് ആണ്. ഇവിടുത്തെ സെക്കൻഡ് കോമ്പോണന്റിലെ ഫസ്റ്റ് ടേം ഇവിടുത്തെ സെക്കൻഡ് ടെപ്ലറ്റും സെക്കൻഡ് ടേമും ഇയാള് ഇവിടുത്തെ സെക്കൻഡ് ടേമുമായിട്ട് മാറും. അപ്പൊ യു ജി ഡാഷ് ജി യു ഡാഷ്. ഇനി മൂന്നാമത്തെ കോമ്പോണന്റ് യു എച്ച് ഡാഷ് എച്ച് യു ഡാഷ്. ഇയാൾ എവിടെ വരും? യു എച്ച് ഡാഷ് ഇവിടെ വരും, എച്ച് യു ഡാഷ് ഇവിടെയും വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിലും മൂന്നിലും ആര് കോമൺ ആ? യു കോമൺ ആണ്. പുറത്തെടുത്ത് എന്ത് വരും? യു എഫ് ഡാഷ് ജി ഡാഷ് എച്ച് ഡാഷ് പ്ലസ് ഇവിടെ എഫ് ജി എച്ച്. എല്ലാത്തിലും ആരുണ്ട്? യു ഡാഷ് കോമൺ ആണ്. പുറത്തെടുത്താൽ യു ഡാഷും വരും. വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ജി ഡാഷ് എച്ച് ഡാഷ്. എഫ് ഡാഷ് ജി ഡാഷ് എച്ച് ഡാഷ് ആർക്ക് ഈക്വൽ ആണ്? ആർ ഡാഷിന് ഈക്വൽ ആണ്. യു ആർ ഡാഷ് പ്ലസ് എഫ് ജി എച്ച്. എഫ് ജി എച്ച് എഫ് ഓഫ് ടി ജി ഓഫ് ടി എച്ച് ഓഫ് ടി എന്നുണ്ട്. നമ്മൾ ടി എഴുതാതെ സിംപ്ലർ ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. എഫ് ജി എച്ച് എന്തിന് ഈക്വൽ ആണ്? ആറിന് ഈക്വൽ ആണ്. അപ്പൊ യു ആർ ഡാഷ് പ്ലസ് ആർ യു ഡാഷ്. നമ്മൾ പ്രൂവ് ചെയ്തത് ഫൈനലി നമുക്ക് കിട്ടിയത് മുകളിലേക്ക് ഞാൻ എടുത്ത് എഴുതുന്നുണ്ട്. ഇടയത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് മായ്ച്ചിട്ട് എറേസ് ചെയ്യാണ്. യു ആർ ഡാഷ് പ്ലസ് ആർ യു ഡാഷ്. ഇതാണ് നമുക്കിപ്പോൾ ഗിവൺ ആയിട്ടുള്ള കണ്ടീഷൻ. നമുക്ക് റിയൽ വാല്യൂഡ് വെക്റ്റർ ഫംഗ്ഷൻസിന്റെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ജി എന്തായിരുന്നു വന്നത്? എഫ് ജി ഡാഷ് പ്ലസ്
ജി എഫ് ഡാഷ്. ഇവിടെ നോക്ക്, എഫ് ജിക്ക് പകരം യു ആർ ആണ്, ആറ് വെക്ടർ ആണ്, യു റിയൽ വാല്യൂഡ് ആണ്. അതിന് പോലെ തന്നെ ഫസ്റ്റ് 1 ഇൻറ്റു സെക്കൻഡ് 1ന്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് 1 ഇൻറ്റു ഫസ്റ്റ് 1ന്റെ ഡെറിവേറ്റീവ് എന്നുള്ള അതേ ഒരു രൂപത്തിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും റിസൾട്ട് കിട്ടിയത്. ഇനി ഏതൊക്കെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്? ഡി ബൈ ഡി ടി ഓഫ് R1 ടി ഡോട്ട് R2 ടിൻ്റെതും പറയണം, ഡി ബൈ ഡി ടി ഓഫ് R1 ഓഫ് ടി ക്രോസ് R2 ടിൻ്റെതും പറയണം. അവരും ഇതേപോലെ തന്നെ വരും. നമ്മളിപ്പോ പ്രൂവ് ചെയ്തതുപോലെ യു ഓഫ് ടി ആർ ഓഫ് ടി കാണാൻ വേണ്ടിയിട്ട് R1ഉം R2ഉം തന്നിട്ടുണ്ടാവും. R1നെ F1 G1 H1 എന്ന് വിളിക്കുക, R2നെ F2 G2 H2 എന്നും വിളിക്കാം. R1 ഡോട്ട് R2 കാണാം, R1 ക്രോസ് R2 കാണാം. R1 ഡോട്ട് R2 എന്താണെന്നും R1 ക്രോസ് R2 എന്താണെന്നും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. R1 ഡോട്ട് R2 എങ്ങനെ കാണുന്നു, R1 ക്രോസ് R2 എങ്ങനെ കാണണമെന്നും നമുക്കറിയാം. ഞാൻ ഈ ഈ റിസൾട്ട് ഒന്ന് എഴുതിയതിനു ശേഷം അത് ഡിസ്കസ് ചെയ്യാം. എന്തോ ആയിക്കോട്ടെ, ഇതേപോലെ തന്നെ നമുക്ക് അതും കണ്ടെത്താൻ പറ്റും. റിസൾട്ട് എന്തായിട്ട് വരും? R1 ടി ഫസ്റ്റ് 1 ഇൻറ്റു സെക്കൻഡ് 1ന്റെ ഡെറിവേറ്റീവ് R2 ഡാഷ് ഓഫ് ടി പ്ലസ് R1 ഡാഷ് സെക്കൻഡ് 1 R2 ഓഫ് ടി ഇൻറ്റു, അല്ലെങ്കിൽ യു ഡാഷ് എന്നുള്ള രൂപത്തിൽ പുറത്തേക്ക് എഴുതാം. യു ഡാഷ് ആർ ആയിട്ട് പുറത്തേക്ക് എഴുതുകയാണെങ്കിൽ R1 ടി R2 ഡാഷ് ടി R1 ഡാഷ് ഓഫ് ടി R2 ഓഫ് ടി എന്ന് വരും. ഇതെന്തിനാ എഴുതിയത് എന്നുള്ളത് ഞാൻ പറയാം. ഇതേപോലെ R1 ക്രോസിൻ്റെ എന്ത് വരും? R1 ടി ഫസ്റ്റ് 1 ഇൻറ്റു സെക്കൻഡ് 1ന്റെ ഡെറിവേറ്റീവ്, ഇവിടെ ഇൻറ്റു എന്ന് പറയാൻ പാടില്ല, R1 ക്രോസ് R2 ഡാഷ് ഓഫ് ടി പ്ലസ് R1 ഡാഷ് ഓഫ് ടി ക്രോസ് R2 ഓഫ് ടി. എന്തിനാണ് ഞാൻ അവിടെ അങ്ങനെ തന്നെ എഴുതാനുള്ള കാരണം എന്നുള്ളത് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ ഇത്രയും റിസൾട്ടുകളാണ് നമുക്ക് റൂൾസ് ഓഫ് ഡിഫറൻഷിയേഷനിൽ വരുന്നത്. സം റൂള് പറഞ്ഞു, പ്രോഡക്റ്റ് റൂള് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന്, ഒരു വെക്ടർ ഫംഗ്ഷൻ ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ളത്, 2 വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴുള്ളത്, 2 വെക്ടേഴ്സ് തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴുള്ളത്. ഇതിന്റെയും പ്രൂഫ് ഞാൻ എഴുതുന്നില്ല. നമ്മൾ R1ഉം R2ഉം ഡോട്ട് ചെയ്യുക, R1 ഡോട്ട് R2 കാണുക, അതിന് ഇക്വേറ്റ് ചെയ്തിട്ട് അവസാനം നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാം. R1 ക്രോസ് R2 കാണുക, അതിനും അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാം. ഇനി ഞാൻ എന്തിനു ഇവിടെ R1 R2 ഡാഷ് R1 ഡാഷ് R2 എന്ന് എഴുതാനുള്ള കാരണമാണ് ഇനി പറയാൻ പോണത്. R2 എന്നായിരുന്നു ഞാൻ ആദ്യം എഴുതിയത്. അത് ഇവിടെ എത്തുമ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളതൊന്ന് നോക്കാം. ഇയാളാരാ? R1 ക്രോസ് R2, ഇയാൾ R1 ഡോട്ട് R2. R1 ഈസ് ഈക്വൽ ടു സം F1 G1 H1 ഉം R2 ഈസ് ഈക്വൽ ടു സം F2 G2 H2 ആണെന്ന് കരുതുക. ഓഫ് ടി എന്നുണ്ടാവും, നമ്മൾ എഴുതുന്നില്ല, എല്ലാവരും ടിയിലുള്ള ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. R1 ഡോട്ട് R2 എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു F1 G1 F2 G2 ഇവിടുത്തെ ആളും F1 F2 G1 G2 H1 H2 വരും. ആൻഡ് R1 ക്രോസ് R2 എന്താണ്? R1 ക്രോസ് R2 ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് I J K. ഇങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യല്. R1 ക്രോസ് R2 നമ്മൾ സാധാരണ പറയാള് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് ഇയാള് എയും ഇയാള് ബി ആണെങ്കിൽ എ ക്രോസ് ബി എന്നുള്ളത് ഇയാളും ബി ക്രോസ് എ എന്നുള്ളത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് താഴേക്കുള്ള പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്കലി നമുക്ക് കാൽക്കുലേഷന് വേണ്ടി ഇവാലുവേറ്റ് ചെയ്യാൻ R1 ക്രോസ് R2 എന്ത് വരും? IJK R1ന്റെ ടേം F1 G1 H1, R2ന്റെ ടേം F2 G2 H2. ഇവിടെ എഴുതുമ്പോഴാണ് ഞാൻ ആ ഒരു പ്രശ്നം പറഞ്ഞത്. R1 ഡാഷ് എന്ന് പറയുമ്പോൾ F1 ഡാഷ് G1 ഡാഷ് H2 ഡാഷ് F1 ഡാഷ് G1 ഡാഷ് H1 ഡാഷ് എന്ന് വരും. R2 അതേപോലെ എഴുതാം. R2 ഡാഷ് വരുമ്പോൾ F2 ഡാഷ് G2 ഡാഷ് H2 ഡാഷും വരും. R1 ഡോട്ട് R2ന് ഈ ഒരു രൂപത്തിൽ റിസൾട്ട് എഴുതുമ്പോൾ ഇയാളെ ഇങ്ങനെ എഴുതിയത് കൊണ്ടോ പ്രശ്നമില്ല. അതായത് R1 ഡാഷ് R2 എന്ന് എഴുതിയത് കൊണ്ടോ R2 R1 ഡാഷ് എന്ന് എഴുതിയത് കൊണ്ടോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ഇത്തരത്തിൽ എഴുതുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാൻ ഈ A ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആണെങ്കിൽ നമ്മൾ
അത്തരം എ സ്റ്റാർ ബി സ്റ്റാർ എന്നുള്ള ഒരു ഓപ്പറേഷൻ തന്നാൽ ആ സ്റ്റാർ എന്നുള്ള സാധനം നമ്മൾ പറയും കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന്. ഇവിടെ നമുക്ക് തന്നത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. എ ഡോട്ട് ബി ബി ഡോട്ട് എക്ക് ഈക്വൽ ആണ്. ഈക്വൽ ആണെന്ന് പറയാൻ R1 ഡോട്ട് R2 F1 F2 നേരെ തിരിച്ചിട്ട് F2 F1 G2 G1 H2 H1 എന്ന് എഴുതിയാൽ മതി. ഇനി ഇവിടെ നോക്കണം. ഇവിടെ ഞാൻ നേരെ തിരിച്ചിട്ട് എഴുതുമായിരുന്നെങ്കിൽ, അതായത് R1 ഡാഷിന് പകരം R2 എഴുതിയത് കൊണ്ട് ഇവിടെ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വരുമ്പോ എന്ത് വരും? R1 ഡാഷ് ക്രോസ് R2 പകരം R2 ക്രോസ് R1 ഡാഷ് എന്ന് എഴുതിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. R2 ക്രോസ് R1 ഡാഷ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്തത്? R2നെയും R1 ഡാഷിനെയും തമ്മിൽ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തു. അതായത് എ ഡോട്ട് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ സി എന്നുള്ള രൂപത്തിലാണോ, ബി സ്റ്റാർ എ എന്നുള്ള രൂപത്തിലാണോ നോക്കുന്നത്. ഇവിടെ നോക്ക്, R1 ക്രോസ് R2 ഇയാളാണ്. അങ്ങനെയാണെങ്കിൽ R2 ക്രോസ് R1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇയാള് ഇവിടെയും വരും. അതായത് തേർഡ് റോല് കെടുക്കുന്ന ആള് സെക്കൻഡ് റോയിലേക്കും, സെക്കൻഡ് റോല് കെടുക്കുന്ന ആള് തേർഡ് റോയിലേക്കും വരും. ഒരു റോയും രണ്ട് റോസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റിന് എന്ത് എഫക്റ്റ് വരും? ഡിറ്റർമിനന്റ് മൈനസ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് ആയിട്ട് വരും. രണ്ട് റോസ് തമ്മിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു മൈനസ് ഓഫ് ഡിറ്റ് ഓഫ് എ ആയിട്ടും മാറും, രണ്ട് റോസ് തമ്മിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ R2 ക്രോസ് R1 എടുക്കുമ്പോൾ എന്ത് വരും? ഒരു എക്സ്ട്രാ നെഗറ്റീവ് വരും. അപ്പൊ R1 നമ്മൾ പറഞ്ഞ റിസൾട്ട് എന്താണ്? R1 ക്രോസ് R2 എന്തിന് ഈക്വൽ അല്ല? R2 ക്രോസ് R1ന് ഈക്വൽ അല്ല, പക്ഷെ ഈക്വൽ ആണ് ആർക്ക്? മൈനസ് ഓഫ് R2 ക്രോസ് R1ന്. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം കമ്മ്യൂട്ടേറ്റീവ് അല്ല. കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തത് കൊണ്ട്, ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ റീഅറേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് എഴുതാൻ പറ്റൂല. പക്ഷെ R1 ക്രോസ് R2 മൈനസ് ഓഫ് R2 ക്രോസ് R1ന് ഈക്വൽ ആണ്. ആന്റി കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. ഇത് ഞാൻ ഇവിടെ ജസ്റ്റ് എക്സ്ട്രാ പറഞ്ഞെന്നുള്ളൂ. നമുക്ക് ഇത് ഈക്വൽ അല്ല എന്ന് പറയലായിരുന്നു നമ്മളുടെ ആവശ്യം. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് R1 ഓഫ് ടി ക്രോസ് R2 ഓഫ് ടി കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് 1 ഇൻറ്റു സെക്കൻഡ് 1ന്റെ ഡെറിവേറ്റീവ് പ്ലസ് ഫസ്റ്റ് 1ന്റെ ഡെറിവേറ്റീവ് ക്രോസ് സെക്കൻഡ് 1. ഞാൻ ഇവിടെ ഇൻറ്റു എന്ന് പറഞ്ഞത് ആ ഇൻറ്റു ക്രോസ് ആണ്. ഫസ്റ്റ് 1ന്റെ ഡെറിവേറ്റീവ് ക്രോസ് സെക്കൻഡ് 1 എന്നുള്ള രൂപത്തിൽ തന്നെ എഴുതണം. നമ്മൾ ആദ്യത്തെ ഇൻറ്റു രണ്ടാമത്തിന്റെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഇൻറ്റു ആദ്യത്തിന്റെ ഡെറിവേറ്റീവ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പറയും. പക്ഷെ അത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിനാണ്. സ്കാലാർ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്രോസ് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തതുകൊണ്ട് ഇവരെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റൂല. ആ ഒരു റിസൾട്ടും കൂടി, ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ നോക്കണം. നമ്മുടെ 3 റിസൾട്ടുകൾ പറഞ്ഞു. പ്രൊഡക്റ്റ് 2 രൂപത്തിൽ പറഞ്ഞു. ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റ്, ഒന്ന് ക്രോസ് പ്രൊഡക്റ്റ്, പിന്നെ ഒരു രൂപം കൂടി ഉണ്ട്, ഒരു വെക്ടറിനെ സ്കാലാർ കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുക. ഇനി മറ്റൊരു റിസൾട്ട് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 2 വെക്ടർ ഫംഗ്ഷൻസ് തന്നാൽ അവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് എല്ലാം ഏതുപോലെ തന്നെയാണ്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിനെ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിനെ പറയുന്ന പോലെ ഇവിടെ പറയുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഒരു പ്രശ്നമുള്ളത്. കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തതുകൊണ്ട് ആ ഇന്റർചേഞ്ചിങ് പറ്റൂല എന്നുള്ളതൊന്ന് ഓർത്തിരിക്കണം. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് വേറൊരു രൂപത്തിലും പറയാം. R1 ക്രോസ് R2 ഞാൻ ഓൾറെഡി പറഞ്ഞു. R1 ക്രോസ് R2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൈറ്റ് ഹാൻഡ് ആണ് ഈ ഇരിക്കുന്നതെങ്കിൽ അതിൽ എ ഇതും ബി ഇതും കുത്തനുള്ള പെർപെൻഡിക്കുലർ ആയിരിക്കും. എ ക്രോസ് ബി അത് തിരിച്ചു വരുമ്പോ നേരെ താഴോട്ട് വരും. അപ്പൊ എ ക്രോസ് ബി എന്നുള്ളത് ബി ക്രോസ് എ വരുമ്പോ നോർമൽ വെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുന്നത് കൊണ്ട് അത് നോർമൽ വെക്ടറിന്റെ ഡയറക്ഷനിൽ ഒരു മൈനസ് എക്സ്ട്രാ വരും. R1 ക്രോസ് R2 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് R2 ക്രോസ് R1 എന്ന് എഴുതാം. ഇവിടുന്ന് നമുക്ക് ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന രൂപത്തിലും പറയാം. ഇനി നമുക്ക് ഈ സെക്ഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളും ഈ സെക്ഷനും കൂടി ഉപയോഗിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാം. Question 1. d by dt of t cube r of t square equal to. നോക്കാം, ഏത് റൂളാണ്? ടി ക്യൂബ് സ്കാലാർ വാല്യൂഡ് ആണ്, ആർ ഓഫ് ടി സ്ക്വയർ വെക്ടർ വാല്യൂഡ് ആണ്. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി ആർ ഓഫ് ടി എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. ഇവിടെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ആർ ഓഫ് ടി അല്ല, ആർ ഓഫ് ടി സ്ക്വയർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയിൻ റൂൾ ഓഫ് ഡിഫറൻഷിയേഷൻ പഠിച്ചത് പ്രകാരം ആ ചെയിൻ റൂളും കൂടി ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത്
ആർ ഡാഷ് കാണുന്ന സമയത്ത് ചെയിൻ റൂളും കൂടി അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതിന്റെ റിസൾട്ട് നമ്മൾ എന്താ പഠിച്ചത്? ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ടി ഇൻറ്റു ആർ വൺ ഡാഷ് ഓഫ് ടി പ്ലസ് യു ഡാഷ് ഓഫ് ടി ഇൻറ്റു ആർ വൺ അല്ല ആർ അല്ല നമുക്കുള്ളൂ, യു ഓഫ് ടി ഇൻറ്റു യു ഡാഷ് ഓഫ് ടി ഇൻറ്റു ആർ ഓഫ് ടി. ഇതാണ് നമ്മൾ പഠിച്ച റിസൾട്ട്. ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒന്ന് ചെയ്താൽ ഞാൻ ഇതിന്റെ ആൻസർ ആയിട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ എഴുതുന്നുണ്ട്. ഈക്വൽ ടു യു ഓഫ് ടി, യു ഓഫ് ടിയുടെ സ്ഥാനത്ത് ടി ക്യൂബ്, ആർ ഡാഷ് ഓഫ് ടി, ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇയാളാണ് നമ്മുടെ ആർ ഡാഷ്, ആർ ഓഫ് ടി സ്ക്വയർ ആണ് നമ്മൾ ആർ ഓഫ് ടിയുടെ സ്ഥാനത്ത് വരുന്നത്. അപ്പൊ ആർ ഓഫ് ടി സ്ക്വയറിന് എന്ത് ചെയ്യണം? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു മെത്തേഡ് പറഞ്ഞു തന്നിരുന്നു. പുറത്തുള്ള ഫംഗ്ഷൻ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം, പിന്നെ ഉള്ളിലുള്ള ഫംഗ്ഷനും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെ പുറത്താരാ? ആറാണ്. അപ്പോ എന്ത് വരും? ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു ഉള്ളിലുള്ള ഫംഗ്ഷൻ 2t പ്ലസ് അടുത്തത് യു ഡാഷ് ഓഫ് ടി, യു ഡാഷ് ടി ക്യൂബിൻ്റെ 3t സ്ക്വയർ, ആർ ഓഫ് ടി സ്ക്വയർ, ആർ ഓഫ് ടി ആണ് ഇവിടെ ആർ ഓഫ് ടി സ്ക്വയർ ആയിട്ട് മാറും, 3t ഇൻറ്റു ആർ ഓഫ് ടി സ്ക്വയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിഫറൻഷിയേഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് തന്നാൽ. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. d by dt of r of t t r of t, r of t dot t r of t ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഇവിടെ തന്നത്. ഇവിടെ നോക്കി രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഇവിടെ തന്നത്. അപ്പൊ വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് തമ്മിലുള്ള റിസൾട്ട്, ഇയാളൊരു വെക്ടർ ആണ്, വെക്ടറിനെ സ്കാലാർ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അയാൾ വെക്ടർ ആയിക്കാരം. അപ്പൊ ടി ആർ ഓഫ് ടി എന്നുള്ളതിനെ ടോട്ടലി ഒരു വെക്ടർ ആക്കിയിട്ട് എടുക്കുക. ഡി ബൈ ഡി ടി ഓഫ് ആർ വൺ ഡോട്ട് ആർ ടു ഈക്വൽ ടു ആർ വൺ ഡോട്ട് ആർ ടു ഡാഷ് പ്ലസ് ആർ വൺ ഡാഷ് ഡോട്ട് ആർ ടു. ഇതാണ് നമ്മളെ റിസൾട്ട് ഉള്ളത്. അപ്പൊ ആൻസർ എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് ആർ ഓഫ് ടി ടി ആർ ഓഫ് ടി. അതിന് ഇവിടെ എന്ത് വരും? ഫസ്റ്റ് വൺ ആർ വൺ ആരാണ്? ഡി ബൈ ഡി ടി ഓഫ് ആൻസർ ഈക്വൽ ടു എഴുതുന്നുണ്ട്. ഇതിന്റെ മുന്നായിട്ട് നമ്മൾ ഇയാളും കൂടി എഴുതിയിട്ടാണ് ഈക്വൽ ടു എഴുതല്. ഞാൻ ഈ ഈക്വൽ ടുന്റെ ഇവിടെ ഉള്ള സാധനം ഇങ്ങോട്ട് എഴുതുന്നതേ ഉള്ളൂ. ഈക്വൽ ടു ഫസ്റ്റ് വൺ ആർ വൺ ആർ ഓഫ് ടി ആയിട്ട് മാറും. സെക്കൻഡ് വൺ ആർ ടു ഡാഷ് ഓഫ് ടി, ആർ ടു ഡാഷ് ഓഫ് ടി എന്ന് വരുമ്പോൾ ടോട്ടലി എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് ടി ആർ ഓഫ് ടി വരും. പ്ലസ് ആർ വൺ ഡാഷ്, ഫസ്റ്റ് വണ്ണിന്റെ ഡെറിവേറ്റീവ് ആർ വൺ ഡാഷ്, ആർ വൺ ഡാഷ് എന്ന് തന്നെ എഴുതാം. ഡി ആർ വൺ ബൈ ഡി ടി ആണ് ആർ വൺ ഡാഷ് ഇൻറ്റു ആർ ടു, ആർ ടു ആരാ? ടി ആർ ഓഫ് ടി. ഇവിടെ ആർ വൺ ഡാഷ് അല്ല ആർ ഡാഷ്, ആർ ഡാഷ് ഡോട്ട് ടി ആർ ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇയാൾ എന്താണ്? ഒരു ആർ ഓഫ് ടി എന്നുള്ള സാധനത്തിനെ സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ റിസൾട്ട് ഡി ബൈ ഡി ടി ഓഫ് യു ആർ, യു എന്നുള്ളത് ഒരു സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ യു ഇൻറ്റു ആർ ഡാഷ് പ്ലസ് യു ഡാഷ് ഇൻറ്റു ആർ. അത് വെച്ചിട്ട് ഇയാൾ എന്ത് വരും? ആർ ഓഫ് ടി പുറത്ത് കിടക്കുന്നുണ്ട്, ആർ ഓഫ് ടി ഡോട്ട് ടി ആർ ഓഫ് ടി, ടി ആർ ഓഫ് ടിനെ ടി ആർ ഡാഷ് പ്ലസ് യു ഡാഷ്, ടീൻ്റെ ഡെറിവേറ്റീവ് 1 വരും, ടി ഡാഷ് യു ആർ പ്ലസ് ആർ ഡാഷ് ഡോട്ട് ടി ആർ ഓഫ് ടി. ഇത്രയും എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ ഇത് ഡോട്ട് എടുത്തിട്ട് ഇയാളിങ്ങോട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. അങ്ങനെ ഒന്നും എഴുതണമെന്നില്ല, കാരണം നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടില്ല? ആർ ഓഫ് ടി ആരാന്ന് തന്നിട്ടില്ല. ആർ ഓഫ് ടി തന്നിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ചെയ്യണം. ഇനി ഒരു 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം.
Question number 1. Find d by dt of u of t dot r of t, comma, u of t is given t square and r of t is equal to ln t power 4 ln t. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് d by dt of r1 of 2t plus r2 of 1 by t. r1 r2 ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധനം r1 of t അല്ല 2t ആണ്, അതേപോലെ 1 by t ആണ്. അപ്പോൾ ഏത് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അതൊന്ന് ചെയ്ത് നോക്കുക. മൂന്നാമത്തത് d by dt of r of t dot r dash of t cross r double dash of t. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കുക. ഇതോടുകൂടി ഡിഫറൻഷിയേഷൻ എന്നുള്ള സെക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ ലിമിറ്റായി, കണ്ടിന്യൂറ്റി ആയി, ഡിഫറൻഷ്യബിലിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് വെക്റ്റർ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രലാണ് പഠിക്കാനുള്ളത്. തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇന്റഗ്രൽ എന്നുള്ള സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതോടുകൂടി ഇന്റഗ്രേഷനും കൂടി പറയുന്നതോടുകൂടി വെക്റ്റർ ഫംഗ്ഷൻസ് എന്നുള്ള ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സുകളിലായിട്ട് ബാക്കി സെക്ഷൻസ് കണ്ടിന്യൂ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.